ഇപ്പൊ നമ്മളോടുള്ളത് ട്രിവാൻഡ്രത്തുകാരനായ അരവിന്ദാണ്. അരവിന്ദ് ബാട്ടണിൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അരവിന്ദിനെ പറ്റി പറയുകയാണെങ്കിൽ അരവിന്ദ് കോളേജിൽ നിന്ന് നല്ല പ്ലേസ്മെന്റ് ഒക്കെ കിട്ടിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം മറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ടുള്ള ആളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജോലി ഉപേക്ഷിച്ചു മറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് അത് ഉപേക്ഷിച്ചിട്ടൊക്കെയാണ് എം സിഗ്മ വന്നത്. എം സിഗ്മയുടെ ഗേറ്റ് സ്പെഷ്യലി എന്താണ് ആകർഷിച്ചത്, എന്തുകൊണ്ടാണ് മറ്റെല്ലാം ഉപേക്ഷിച്ച് എം സിഗ്മയിലോട്ട് വരണമെന്ന് ഒരു തീരുമാനം എടുക്കാൻ കാരണം? മെയിൻലി അവിടുത്തെ തരുന്ന നമുക്ക് കംഫർട്ടബിൾ പഠിക്കുന്ന സ്പേസ് ആണ്. പിന്നെ അവിടുത്തെ ലൈക്ക് 1-to-1 മെന്റർഷിപ്പ് നല്ല രീതിയാണ്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുമ്പോൾ ഇവര് നമുക്ക് ഓരോ എൻഡിലും പർട്ടിക്കുലർ ആയിട്ട് അവരുടെ വീക്ക്നെസ് എല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കി തരും. നമ്മൾ സ്റ്റഡി പ്ലാൻ ലൈക്ക് ഒരു 1 year പ്ലാൻ അവർ മുൻകൂട്ടി തയ്യാറാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആ ഓൺഗോയിങ് പ്ലാനിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഡ്രോബാക്കോ ലൈക്ക് എന്തെങ്കിലും ഒരു ഓറ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മോഡിഫൈ ചെയ്യാൻ അവർക്ക് തയ്യാറാണ്. നമുക്കപ്പം നമ്മളൊരു വീക്ക് പോയിന്റ് നമ്മൾ എത്ര ഡൗൺ ആയാലും അതിൽ നിന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ നമ്മുടെ സ്റ്റഡീസിനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഈ ശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടുത്തെ ഫാക്കൽറ്റി നമ്മൾ സഹായിച്ചിട്ടുണ്ട് കുറെ. ഇതാണ് ഒരു വൺ ഓഫ് ദ പോയിന്റ്. അതായത് നമുക്കൊരു വീക്ക് പോയിന്റ് വന്നു, ഒരു ഡൗൺ അല്ലെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഒരു ലോ പോയിന്റ് വന്നപ്പോഴേക്കും നമ്മളെ പിടിച്ചു ഉയർത്താനായിട്ട് ഒരു സപ്പോർട്ട് വന്നു. അത് സ്റ്റഡീസിലുടനീളം അല്ലെങ്കിൽ ഡൗട്ട്സ് ചോദിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സബ്ജക്ട്സ് വിട്ടാണോ പഠിച്ചത്? സെലക്റ്റീവ് ആയിരുന്നു. നമുക്ക് ലൈക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈക്ക് മാർക്ക് കൂടുതലുള്ള സബ്ജക്ട്സ് ഫോക്കസ് ചെയ്ത് മെയിൻലി പഠിക്കാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ലൈക്ക് റിലവന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ല ലൈക്ക് ഫുള്ള് നമുക്ക് ഈ എന്താ പറയാ ഫാസ്റ്റായിട്ട് പഠിക്കാതെ മെയിൻ പോയിന്റ്സ് മാത്രം പോയിന്റ് അപ് ടു പോയിന്റ് നമുക്ക് പഠിക്കാനും ലൈക്ക് അല്ല കോൺസെപ്റ്റ് ലൈക്ക് മെയിൻലി ഫോർമുല ബേസ്ഡ് അല്ലാതെ കോൺസെപ്റ്റ് ആണ് നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യാൻ സഹായിച്ചത്. അപ്പം അതാണ് നമ്മൾ കൂടുതൽ ഹെൽപ്ഫുൾ ആക്കുന്നത്. അപ്പം ഫോർമുല മറന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് യുണീക്ക് ആയിട്ട് തോന്നിയ കാര്യം അല്ലെ. അപ്പൊ അത് ഹെൽപ്പ് ചെയ്തു അല്ലെ, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. 600 റേഞ്ചിൽ റാങ്കിലേക്ക് വരാൻ സാധിച്ചു അല്ലെ. ഫ്യൂച്ചർ പ്ലാൻസ് ഹയർ സ്റ്റഡീസ് തന്നെയാണ്. മെച്ചപ്പെട്ട ഒരു പ്ലേസ്മെന്റ് ആ കോളേജിൽ നിന്ന് കിട്ടുക അല്ലെ, അല്ലെങ്കിൽ കൂടുതൽ മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നപ്പോ നമുക്ക് ഫൗണ്ടേഷൻ ആയില്ലേ. ലൈക്ക് നമുക്ക് ഇവിടെ നിന്ന് ലൈക്ക് ബേസിക്കലി നമ്മൾ വീട്ടിൽ പഠിച്ചെടുക്കാൻ നമുക്ക് നമ്മൾ പഠിച്ച ഫീൽഡ് നമ്മൾ പഠിക്കുന്ന ആ സ്ട്രീമിൽ നമുക്ക് ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാ സ്റ്റുഡൻസ് ഇറങ്ങുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് അതിന്റെ ലൈക്ക് ഫ്രം ദ ബേസിക് ഫൗണ്ടേഷൻ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റി. ഇവിടെ അത് നമ്മൾ ഭയങ്കര ഹെൽപ്ഫുൾ ചെയ്തു. ലൈക്ക് വേറെ എന്ത് കോമ്പറ്റേറ്റീവ് എക്സാം ലൈക്ക് PSC എക്സാംസ് സെപ്പറേറ്റ് ആണ്, PSC എക്സാംസ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ബേസിക്സ് ആണ് നമുക്ക് എല്ലാം എഴുതാം. അപ്പം ഈ എക്സാംസിനെല്ലാം നമുക്ക് ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനാണ് ഞാൻ എല്ലാവരും ഫാക്കൽറ്റി താങ്ക്ഫുൾ ആണ്. അപ്പൊ ബെസ്റ്റ് ഓഫ് ലക്ക്, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.